ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നിലവിൽ സാന്റോസ് നെയ്മർ ജൂനിയറെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. പറയാൻ കാരണം പരിതാപകരമായ പ്രകടനമാണ് സാന്റോസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ സാവോ പോളോയോട് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് സാന്റോസ് പരാജയപ്പെട്ടിരുന്നു. നമുക്കറിയാം, ഈ സീസണിൽ 7 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം ഒരു മത്സരത്തിൽ മാത്രമാണ് സാന്റോസിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 3 മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടു. 3 സമനിലകൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ മോശം സ്ഥിതിയിലാണ് ഉള്ളത്. രക്ഷിക്കാൻ നെയ്മർ ജൂനിയർ എന്ന് വരും എന്നുള്ളതാണ് ചോദ്യം. അടുത്ത മത്സരത്തിൽ നെയ്മർ കളിക്കുമോ? അതാണ് ആരാധകർക്ക് അറിയേണ്ടത്. കളിക്കും എന്ന കാര്യത്തിൽ സാന്റോസിന്റെ പരിശീലകനായ വോയ്വോദ ഇപ്പോഴും ഉറപ്പ് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നെയ്മർ ജൂനിയറെ ഇപ്പോൾ തങ്ങൾക്ക് വലിയ രൂപത്തിൽ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അടുത്ത മത്സരത്തിൽ കുറച്ചു നേരമൊക്കെ നെയ്മർ ജൂനിയറെ കളിപ്പിക്കാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. പക്ഷെ അദ്ദേഹം അത് കൺഫേം ചെയ്തിട്ടില്ല. സാന്റോസ് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ ഇപ്പോൾ ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തുന്നുണ്ട്. സർജറിയിൽ നിന്നും അദ്ദേഹം റിക്കവർ ആയിട്ടുണ്ട്. നിലവിൽ ഞങ്ങൾക്ക് നെയ്മറെ ഏറെ ആവശ്യമുണ്ട്. പക്ഷെ നെയ്മറെ കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള ധൈര്യമുള്ള വ്യക്തിയാണ് നെയ്മർ. പരിക്കും വെച്ചുകൊണ്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഒരുപാട് വിമർശനങ്ങൾ നേരത്തെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഈ സാഹചര്യവും നേരിടാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ അദ്ദേഹത്തെ ആവശ്യമാണ്. ഇതാണ് സാന്റോസിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അതായത് എത്രയും പെട്ടെന്ന് നെയ്മർ ജൂനിയറെ മടക്കി കൊണ്ടുവരണം, അത് തങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അടുത്ത സാവോ പോളോക്കെതിരെയുള്ള മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ നെയ്മർ ജൂനിയർ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ റിപ്പോർട്ടുകൾ പറയുന്നത് പകരക്കാരന്റെ വേഷത്തിൽ നെയ്മർ ജൂനിയർ കുറച്ച് മിനിറ്റുകൾ അടുത്ത മത്സരത്തിൽ കളിച്ചേക്കാം എന്നുള്ളതാണ്. ഏതായാലും തിരിച്ചു വന്നാലും നെയ്മറെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല. കാരണം മോശം പ്രകടനമാണ് സാന്റോസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.